إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യന്മാരെ ഭീതിപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരാൾ പെട്ടെന്നായിരിക്കും രോഗിയായിത്തീരുന്നത്. ചിലർ പൂർണ്ണമായി ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നു, മറ്റു ചിലർ ജീവംശമായി കിടക്കുന്നു, വേറെ ചിലർ മരണത്തെ അഭിമുഖീകരിക്കുന്നു. ഇന്നലെ വരെ ആരോഗ്യത്തോടു കൂടി നടന്നവർ ഇന്ന് ആശുപത്രികൾ കയറിയിറങ്ങുന്നു. ആശുപത്രി നിത്യജീവിതത്തിൻ്റെ ടൈം ടേബിളിൽ ഇടം നേടുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നു. മനുഷ്യൻ്റെ അഹങ്കാരവും അഹന്തയും വെറുപ്പും വിദ്വേഷവും ദേഹേച്ഛയും സ്വാർത്ഥതയും തേഞ്ഞുമാഞ്ഞ് ഭയവും നിരാശയും മടുപ്പും വേദനകളും തീരാവേദനകളും ബാക്കിയാക്കുന്നു. ഉറ്റവർ എന്ന് കരുതിയവർ പലരും അകലുകയാണ്. ഒരിക്കലും ഗണിക്കാത്തവർ ചിലപ്പോൾ അയാളുടെ സഹായത്തിനെത്തുന്നു. കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ രോഗങ്ങളാണ് ഇന്ന് സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കച്ചവടക്കണ്ണോടെ ഒരു കരുണയുമില്ലാത്ത വമ്പൻ ആശുപത്രികൾ, ഭീമാകാരമായ ചികിത്സാ ചെലവുകൾ, നിസ്സഹായനായ മനുഷ്യന്റെ ചിത്രം നേർക്ക് നേരെ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗം, അതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സന്തോഷമുണ്ടവന്, ആശ്വാസമുണ്ട്. അതെന്താണ്? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മബ്തലല്ലാഹു അബ്ദൻ ബിബലാഗിൻ വവല ത്വരീഖത്തിൻ യക്റഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ അയാൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പരീക്ഷിച്ചു. രോഗം കൊണ്ടോ മറ്റോ അയാൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇല്ലാ ജഅലല്ലാഹു സാലിക്കൽ ബലാഗ ലഹു കഫാറത്തൻ വതഹൂറ. എങ്കിലേ അത് കഫാറത്തായിട്ടും, അതായത് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രീതിയിലും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന രീതിയിലും ആ രോഗത്തെ, ആ പരീക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. മാലം യുൻസിൽ മാ അസാബഹു മിനൽ ബലാഇ ബിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് ആ പരീക്ഷണം ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അതായത് അല്ലാഹു അല്ലാത്ത ആളുകളെ കൊണ്ട് അതൊരു കാരണമായി കരുതി ആ പരീക്ഷണം മാറ്റാൻ വേണ്ടി ആത്യന്തികമായി അയാൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് രോഗം മാറുവാൻ പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് കഫാറത്തായിട്ടും ഹൃദയങ്ങളെ ശുദ്ധിയായും ആ രോഗത്തെ, പരീക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും.
ആ വ്യക്തി അത് ശുദ്ധീകരിക്കുകയും ചെയ്യും. അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ ബലമേൽപ്പിച്ച് പ്രതീക്ഷിച്ച് നീങ്ങാൻ വേണ്ടി പാടുള്ളതല്ല. അള്ളാഹു നിശ്ചയിക്കാത്ത കാരണങ്ങളെ സമീപിക്കരുത്. ഹറാമായ മാർഗങ്ങളിലൂടെ ചികിത്സാ രീതി സ്വീകരിക്കരുത്. രോഗം മാറുവാൻ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. ഇത് അടിസ്ഥാനമായ തത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അസൻ വലാ ഗമ്മിൻ അത്ത ശൗകത്തി യുശാകുഹാ. ഒരു മുസ്ലിമിനെ ഒരു ക്ഷീണം ബാധിക്കുന്നില്ല, ഒരു രോഗം ബാധിക്കുന്നില്ല, ഒരു ഉത്കണ്ഠ ബാധിക്കുന്നില്ല, ഒരു ദുഃഖമോ ഒരു ഉപദ്രവമോ ഒരു വിഷമമോ അയാൾക്ക് ബാധിക്കുന്നില്ല. അത് അവന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നതായാലും ശരി, ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഷമകരമായ അവസ്ഥ അവൻ തീണ്ടുന്നുണ്ടോ, അവൻ അനുഭവിക്കുന്നുണ്ടോ, അത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാതെ പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഒരിക്കലേ ഉമ്മുൽ അലായി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്നെ ഞാൻ രോഗിയായിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. എന്നിട്ട് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞത്, അബ്ശിരിയ ഉമ്മുൽ അലാ, ഉമ്മുൽ അലായെ താങ്കൾ സന്തോഷിക്കണം. ഫൈനൽ മർദൽ മുസ്ലിമി യുസ്ഹിബുല്ലാഹു ബിഹി ഖതായാഹു കമാ തുസ്ഹിബുൻ നാറു ഖബ്സ അസ്സഹബി വൽ ഫിദ്ദ. വെള്ളിയുടെയും സ്വർണത്തിന്റെയും അഴുക്ക് തീ പോക്കുന്നത് പോലെ ഒരു മുസ്ലിമിന്റെ രോഗം മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ പോക്കിക്കളിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെയും പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ മിൻ മർദിൻ ഫമാ സിബാ. ഒരു രോഗമോ മറ്റു വല്ല ദുരിതമോ ഒരു മുസ്ലിമിനെ ഏൽക്കുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അയാളെ പാപങ്ങൾ മായ്ക്കാതെ. ഇല്ല ഹത്തല്ലാഹു ബിഹി സയ്യാതിഹി, ഇല്ല ഹത്തല്ലാഹു ബിഹി സയ്യാതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖാന്തരം അയാളുടെ പാപങ്ങൾ മായ്ച്ചു കളയാതെ. കമാ തഹ്തു ഷജറത്തു വറകഹ, ഒരു വൃക്ഷം അതിന്റെ ഇലകൾ കൊഴിക്കുന്നത് പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു തന്നു, അൽ മരീദു തഹാതു ഖതായാഹു, രോഗിയുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. കമാ യതഹാതു വറഖു ഷജർ, അതേ മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം അവനെ ഏൽക്കുന്ന എന്ത് പരീക്ഷണങ്ങളാവട്ടെ, അത് രോഗമാകട്ടെ, അത് അവനെ ആശ്വാസത്തിനുള്ളതാണ്, അവന് ടെൻഷൻ അടിക്കാനുള്ളതല്ല, അവന്റെ പ്രയാസരഹിതമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏറ്റവും നിസാരമായ രോഗമായാലും ഒരു തലവേദനയായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സുദാഖുൽ മുഅ്മിനി ഔ ശൗഖത്തു യുശാഖുഹ, വിശ്വാസിക്കുണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ അവന് ഏൽക്കുന്ന ഒരു മുള്ള്, ഔ ശൈഇൻ യുഖ്സീഹി, അതുമല്ല അവന് ഉപദ്രവമായിരിക്കുന്ന എന്താകട്ടെ അതൊക്കെയും യർഫഉല്ലാഹു ബിഹാ യൗമൽ ഖിയാമത്തി ദറജ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളല്, അവന്റെ മഹത്വം ഖിയാമത്ത് നാളിൽ അത് മുഖാന്തരം അവനെ ഉയർത്തുന്നതാണ്. വയുകഫിറു അൻഹു ബിഹാ ദുനൂബഹു, അവന്റെ പാപങ്ങൾ അത് മുഖാന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊക്കിക്കളയുന്നതാണ്. സഹോദരന്മാരെ, എല്ലാവിധ രോഗങ്ങളെ കുറിച്ചും ഈ രൂപത്തിലുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കണ്ണ് രോഗം ബാധിച്ച ഒരാളെ പറ്റി, കാഴ്ച നഷ്ടപ്പെട്ട ആളുടെ കാര്യത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി എന്നാണ്. ഖുദ്സിയായ ഹദീസാണ്. ഇദാ ഉബ്തലൈതു അബ്ദി ബി ഹബീബതൈ, എൻ്റെ ദാസനെ തൻ്റെ രണ്ട് കണ്ണുകളിൽ ഞാൻ പരീക്ഷിക്കുകയും ഫസബറ, അപ്പോൾ അയാൾ ക്ഷമിക്കുകയും ചെയ്തു, ഔവൽതുഹു മിൻഹുൽ മൽ ജന്ന, എങ്കിലേ അവന് നാം അതിന് രണ്ടിനും പകരമായി ഞാൻ സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ആത്യന്തികമായി രോഗം നമ്മളെ ബാധിക്കുമ്പോൾ ഈ രോഗം ശിഫ നൽകുന്നവൻ ആരാണ് എന്ന ആത്യന്തികമായ ഒരു വിചാരം നമുക്കുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമ്പോൾ ചെല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്നതാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങൾ റബ്ബേ, അസ്ഹിബുൽ ബാസ്,
രോഗങ്ങളെ മാറ്റുന്നവനെ എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ മാറ്റുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇശ്ഫിഹി, നീ ശിഫ നൽകണമേ. വഅന്ത ശാഫി, നീ മാത്രമാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നീയല്ലാതെ ഒരു രോഗശമനം വരുത്തുന്നവൻ വേറെ ആരും തന്നെ ഇല്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, പരിപൂർണമായ ശമനം, വേദന ഇല്ലാതാക്കി നീ നൽകണമേ എന്ന ഇത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അസീബുൽ ബാസ്, രോഗങ്ങളെ മാറ്റുന്നവൻ അതാരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഅന്ത ശാഫി, നീ മാത്രമാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാ, നീയല്ലാതെ ഇല്ല. ഇല്ലാ ശിഫാഉക, ഒരു രോഗശമനം വരുത്തുന്നവൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നഫിയുമുണ്ട് ഇസ്ബാത്തുണ്ട്. രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ്. അള്ളാഹു അല്ലാതെ വേറെ ആരും രോഗം മാറ്റുന്നവനില്ല. അവൻ തന്നെയാണ് മരുന്ന് ഇറക്കിയവൻ. അവനല്ലാതെ വേറൊരാൾക്കും ശിഫ നൽകാൻ സാധ്യമല്ല. സഹോദരന്മാരെ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട, ഗണിക്കേണ്ട സംഗതിയുണ്ട്. രോഗങ്ങൾ വന്നാൽ നമ്മൾ ഭീതിയിലാണ്. നമ്മുടെ തവക്കൽ മുഴുവനും എവിടെയാണ്? ഡോക്ടർമാരിലാണ്, ആശുപത്രികളിലാണ്. അതിനുവേണ്ടി നമ്മൾ പരക്കം പായുന്നു, മരുന്നുകൾ തേടി നമ്മൾ പോകുന്നു, വ്യത്യസ്ത ഡോക്ടർമാരെ നമ്മൾ കാണിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും നമ്മിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥനകൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാരണങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഈ കാരണങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാതെ രോഗം മാറ്റാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആത്യന്തികമായ ചിന്ത നമ്മിൽ നിന്ന് പലർക്കും അസ്തമിച്ചു പോകുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കാരണങ്ങൾ മാത്രമാണ് മരുന്നുകളും ഡോക്ടർമാരുകളും ഇന്ന് നമ്മൾ കാണുന്ന ആശുപത്രികളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅ. അതെ, ചികിത്സ കൂടാതെയുള്ള ഒരു രോഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല എന്നാ. ഇന്നല്ലാഹു തആല ലം യുൻസിലു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ. അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, അതിന് മരുന്ന് ഇറക്കിയിട്ടല്ലാതെ. അലിബഹു മൻ അലിബഹു വജഹിലഹു മൻ ജഹിലഹു. അറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്ത പോകുന്നവർ അറിയാത്ത പോകുന്നു എന്ന ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏടി ചേർത്ത മറ്റൊരു ഹദീസിൽ കാണാം, ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും എന്തുണ്ട്? മരുന്നുണ്ട്. ഫൈദാ മുസീബ ദവാഉ ദാ, ഒരു രോഗത്തിനുള്ള മരുന്ന് കിട്ടിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ, ബറഗ ബിഇസ്നില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ രോഗം മാറുന്നു, രോഗം സുഖമാകുന്നു എന്ന. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. പക്ഷെ ചിലപ്പോ മരുന്ന് കിട്ടിയാലും രോഗം മാറിക്കൊള്ളണമെന്നില്ല. കാണിക്കേണ്ട ഡോക്ടറെ കാണിച്ചാലും രോഗം മാറിക്കൊള്ളണമെന്നില്ല. കാരണം ഈ കാരണങ്ങളൊക്കെയും ഉണ്ടാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ രോഗങ്ങൾ മാറുകയുള്ളൂ. അപ്പോൾ തവക്കൽ എന്ന് പറയുന്നത് അത് മരുന്നുകളിലും ഡോക്ടർമാരിലല്ല. ഞാൻ കുടിക്കുന്ന മരുന്നാണ് രോഗം മാറുന്നത്. ആ മരുന്നില്ലെങ്കിൽ രോഗം മാറുകയേയില്ല. ഇന്ന് ഡോക്ടറില്ലെങ്കിൽ എൻ്റെ രോഗം മാറുകയില്ല. ഇതെല്ലാം സഹോദരന്മാരെ കാരണങ്ങൾ മാത്രമാണ്. ഇന്ന് ഡോക്ടർമാർ, ഇന്ന് മരുന്ന് ഒക്കെയുമുണ്ട്, പക്ഷെ രോഗം മാറാതിരിക്കാം. മരുന്ന് തന്നെ ഇല്ല, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രോഗം മാറ്റുവാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ തവക്കുൽ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ മാത്രമാണ്. അതായത് കാരണങ്ങളെ നമ്മൾ അവലംബിക്കരുത്. ആ അവലംബം എന്താണ്? അള്ളാഹുവിലാണ്. കാരണങ്ങളെ അവലംബിക്കുമ്പോൾ തന്നെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ആരായിരിക്കണം? അത് അള്ളാഹുവിലായിരിക്കണം. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവുമില്ലാത്ത അവസ്ഥയിൽ പോലും പ്രവാചകന്മാർ അള്ളാഹുവിൽ അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തി. എല്ലാ കാരണങ്ങളും മുറിഞ്ഞു എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യം എടുത്തുദ്ധരിച്ച് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് ഇന്ന അവസ്ഥയിലാണ് ഞാൻ ഉള്ളത്. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം കാണാം. ഖാല റബ്ബി ഇന്നി വഹനൽ അളം, അള്ളാഹു എന്റെ എല്ല് ദുർബലമായി പോയി. മിന്നി വഷ്തല റാസു ശൈബ, എന്റെ തലമുടിയാകട്ടെ നരച്ച് ജ്വലിച്ചു പോയി. വലമക്കും ബി ദുആഇക റബ്ബി ശകിയ, പക്ഷേ നിന്നോടുള്ള പ്രാർത്ഥന അതിൽ ഞാൻ എന്താണ്? ഭാഗ്യം കെട്ടവനല്ല, ഞാൻ നിരാശപ്പെടുന്നവനല്ല, ഞാൻ പ്രതീക്ഷയുള്ളവനാണ്. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരിക്കലും ഭാഗ്യക്കേടുകൾ ഉണ്ടാകുകയില്ല. പക്ഷേ എനിക്കൊരു കുട്ടി വേണം. ആ കുട്ടിയെ ഉണ്ടാകേണ്ട പ്രായമല്ല, ഞാൻ വാർദ്ധക്യം എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയാകട്ടെ വകാനത്തി ഇമ്രഅത്തി ആഖിറ, അവളാകട്ടെ ഒരു വന്ധിയാണ്, ഗർഭം ധരിക്കാൻ വേണ്ടി യോഗ്യതയില്ലാത്ത കഴിയാത്ത ഒരു അവസ്ഥയിലുള്ളവളാണ്. ഫഹബലി മില്ലതുങ്ക വലിയ, എങ്കിൽ പോലും നീ എനിക്കൊരു കുട്ടിയെ നൽകണമേ, എനിക്കൊരു ബന്ധുവിനെ നൽകണമേ എന്ന. എന്തിനു വേണ്ടിയിട്ട്? യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്,
അവൻ എനിക്ക് അനന്തരാവകാശിയായിരിക്കും. വയരിസുമിനാലി യാക്കൂബ്, യാക്കൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും. സഹോദരന്മാരെ, ഇവിടെ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രതീക്ഷയുമില്ല, ഭൗതികമായ ഒരു കാര്യകാരണ ബന്ധങ്ങളുമില്ല. ഞാനാകട്ടെ പടുവാർദ്ധക്യത്തിലാണ്, എൻ്റെ ഭാര്യയാകട്ടെ വന്ധ്യയാണ്. എങ്കിൽ പോലും അല്ലാഹുവേ, നിന്നോടുള്ള ദുആയിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. നിന്നോട് ദുആയിരുന്നിട്ട് ഞാൻ ആശ മുറിഞ്ഞവനല്ല, ആശ അറ്റവനല്ല. നിന്നോടാണ് ഞാൻ തേടുന്നത്, എനിക്കൊരു കുട്ടിയെ നൽകണമെന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇടപെടലുണ്ടായി. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. നിനക്കിതാ ഒരു യഹ്യ എന്ന് പറയുന്ന സന്തതിയെ ഞാൻ പ്രദാനം ചെയ്യുന്നു എന്നാണ്. ഇവിടെ എന്താണ്? ഭൗതികമായ എന്ത് കാരണങ്ങൾ ഉണ്ടാവട്ടെ, കാര്യകാരണ ബന്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ, പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സഹോദരന്മാരെ അത് അല്ലാഹുവിൽ മാത്രമായിരിക്കണം. രോഗം എന്ന് പറയുന്നത് പല രൂപത്തിലുള്ള കാരണങ്ങൾ വഴി വിശ്വാസികളെ അല്ലാഹു പരീക്ഷിക്കും. ചിലപ്പോൾ അത് നമുക്ക് മരണത്തിലേക്ക് എത്തിപ്പെടുന്ന മരിച്ചു പോകുന്നത് ആ ഒരു കാരണമായിരിക്കാം. നമുക്കറിയാം, ഈ ലോകത്ത് ഭൂമിക്ക് മേലെയുള്ള എല്ലാവരും മരിച്ചു പോകുന്നതാണ്. ആ മരിച്ചു പോകുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും മരിച്ചു പോകുന്നത് എങ്ങനെയാണ്? രോഗങ്ങൾ മുഖാന്തരമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ കൊലപാതകത്തിനോ വിധേയമായിട്ടാണ് ആൾക്കാർ മരിച്ചു പോകുന്നത്. അപ്പൊ മരിച്ചു പോകുന്നത് രോഗം കൊണ്ടാണ്. രോഗം വന്ന ആൾക്കാർ മരിച്ചു പോകുന്നു എന്ന് കരുതി സഹോദരന്മാരെ, എൻ്റെ രോഗം മാറിയേ മതിയാകൂ എന്ന ചിന്ത പാടില്ല. അല്ലാഹുവിനുള്ള വിചാരം പിന്നീട് എന്തായി പോകും? അത് മോശമായി പോകും. രോഗം മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ എന്നൊരു വിചാരമായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. സഹോദരന്മാരെ, ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ ഇബ്നു അബീ റബാഹിനോട് പറയുകയാണ്, പിന്നീടാണ്, അലാ ഉരീക ഇംറഅത മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ ഒരു സ്ത്രീയെ താങ്കൾക്ക് കാണിച്ചു തരണമോ? ഖുൽതു ബല. അപ്പൊ അതാ ഇബ്നു അബീ റബാഹ് പറഞ്ഞു, അതെ, എനിക്ക് കാണിച്ചു തരണം. അപ്പൊ ഇബ്നു അബ്ബാസ് മഹാനായ സഹാബി പറയുകയാണ്, ഹാദിൽ ഇംറഅത്തു സൗദാ, ഈ കറുത്ത സ്ത്രീയാണ്, ഈ കറുത്ത സ്ത്രീയാണ് സ്വർഗ്ഗവാസിയായ സ്ത്രീ എന്നാണ്. അത്തത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പക്കാലത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ, ഞാൻ മരിച്ചു വീഴ്ത്തപ്പെടുകയാണ്. വഇന്നി അതകശഫു, എൻ്റെ ഔറത്ത് വെളിവാകുകയും ചെയ്യുന്നു. ഫദുല്ലാഹി അലി, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ പെട്ടെന്ന് മരിച്ചു വീഴ്ത്തപ്പെടുന്നു, വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകുകയും ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ എൻ്റെ ഔറത്ത് കാണുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചത്, ഇൻ ശീതി സബർതി വലക്കൽ ജന്ന, താങ്കൾ ക്ഷമിക്കുകയാണെങ്കിൽ താങ്കൾക്ക് സ്വർഗ്ഗമുണ്ട്. വൈൻ ശീതി ദഅവത്തുല്ലാഹി യുആഫിയകി, ഇനി താങ്കൾ ഉദ്ദേശിക്കുന്നു താങ്കളുടെ അസുഖം മാറണം, അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആയിരിക്കണം. അങ്ങനെങ്കിൽ താങ്കളുടെ അസുഖം മാറാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മഹദി ഉടനെ പ്രതികരിച്ചു, അസ്ബിർ, അല്ല, ഞാൻ ഇതാ ക്ഷമിക്കുന്നു. ഫഖാലത്തി ഇന്നി അതകശഫു ഫദുല്ലാഹി ലി അല്ലാ അതകശഫ്, പക്ഷേ മരിച്ചു വീഴ്ത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ മരിച്ചു വീഴുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ദുആയിരിക്കണം. ഫദാലഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മറിഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ദുആയിരുന്നു എന്നാ. സഹോദരന്മാരെ, ആ സഹോദരി, ആ സഹാബി വനിത, അവർക്ക് ഏറ്റ അസുഖത്തിൽ അവർ ക്ഷമിച്ചു. എന്താണ് പരിണിത ഫലം? അവർക്ക് സ്വർഗമുണ്ട്. പിന്നീട് മഹാനായ സഹാബി പറയുകയാണ്, ആ സ്ത്രീയെ കണ്ടോ, ആ കറുത്ത സ്ത്രീ കണ്ടോ, അവർ സ്വർഗവാസിയാണ്. എന്നിട്ട് താബികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, രോഗത്തിൽ നമ്മൾ കാണിക്കേണ്ടത് കണിശമായ ശക്തമായ ക്ഷമയായിരിക്കണം ഒന്നാമത്. മറ്റൊന്ന്, ഏത് രോഗാവസ്ഥയുണ്ടായാലും ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്ത് രോഗമാകട്ടെ, എത്ര കഠിനമായ രോഗമാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, മരിച്ചു പോകുമെന്നൊക്കെ മുന്നിലുള്ള ഒരു അവസ്ഥയാകട്ടെ,
അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം സഹോദരന്മാരെ. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നി ഇത് ബിത്തലൈതു അബ്ദൻ മിൻ ഇബാദി മുഅ്മിന, ഞാൻ എൻ്റെ വിശ്വാസിയായ ഒരു അടിമയെ പരീക്ഷിച്ചു. ഫഹമിദനി, അപ്പോൾ അവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. അല മബ്തലൈതു, ഏത് രൂപത്തിലാണോ ഞാൻ അവനെ പരീക്ഷിച്ചത് ആ പരീക്ഷണത്തിൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഫഇന്നഹു യഖൂ മിൻ മൽജഇ ദാലിക കയൗമി വലദതുഹു മിനൽ ഖതായ. അങ്ങനെ പറഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞ് ആ ദിവസം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവൻ പാപമുക്തനായി എല്ലാവിധ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും എൻ്റെ അടുക്കൽ ആ അടിമ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വയഖൂലു റബ്ബു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന ഖൈദതു അബ്ദി, ഞാൻ എൻ്റെ അടിമയെ ബന്ധിച്ചു. വബ്തലൈതുഹു, ഞാൻ അവനെ പരീക്ഷിച്ചു. ഫഅജ്റു ലഹു കമാ കുന്തും തുജ്റുന ലഹു, അതെ അവൻ ആരോഗ്യമുള്ള അവസ്ഥയിൽ എന്തൊക്കെയാണോ നന്മ ചെയ്തത് ഇപ്പോൾ അയാൾക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും അവൻ എങ്ങനെയാണോ മുമ്പ് ചെയ്ത നന്മകൾ അതിന് തത്തുല്യമായ പ്രതിഫലം ആ അടിമക്ക് കൊടുക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. സഹോദരന്മാരെ, അതാ ഇബ്നു യസാർ പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മരിദൽ അബ്ദു ബഅസ അല്ലാഹു തആല ഇലൈഹി മലക്കൈനി, ഒരു അടിമ അയാൾ രോഗിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ അയക്കുമെന്നാണ്. രണ്ട് മലക്കുകളെ അയച്ചിട്ട് പറയും, ഉൾറു മാദാ യഖൂലു ലി ഉവാദിഹി, അതെ ആ രോഗിയെ സന്ദർശിക്കുന്ന സന്ദർശകന്മാരോട് ആ രോഗി എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രോഗികളെ സന്ദർശിക്കാൻ വരുന്ന ആ സന്ദർശകന്മാരോട് രോഗികൾ അല്ലെങ്കിൽ രോഗി അൽഹംദുലില്ലാഹ് എനിക്ക് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതെ ആ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മലക്കുകൾ ഉയർത്തുമെന്നാണ്. അല്ലാഹുവിന് അറിയാം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികരിക്കും, ഈ അടിമയുടെ കാര്യം എന്നിലേക്ക് വിടൂ, ഈ അടിമയുടെ കാര്യം എന്നിലേക്ക് വിടൂ. ഇൻ തവഫൈതുഹു, അവൻ മരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഈ രോഗാവസ്ഥയിൽ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ ആ രോഗി പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി ബിഖൈർ, എനിക്ക് നല്ലത് തന്നെയാണ്, എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞാൽ ആ രോഗത്തിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവനെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതല്ല, അവൻ രോഗമുക്തിയായി വരികയാണെങ്കിൽ അവന്റെ പാപങ്ങൾ മുഴുവനും ഞാൻ പുറത്തു കൊടുക്കും. അവന്റെ നല്ല തൊലിക്ക് പകരം മറ്റു തൊലിക്ക് പകരം നല്ല തൊലികൾ നാം പ്രദാനം ചെയ്യും. അവന്റെ രക്തത്തിന് പകരം നല്ല രക്തം നാം പ്രദാനം ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, രോഗത്തിൽ നമുക്കുണ്ടാകേണ്ടതാണ് ശക്തമായ ക്ഷമയാണ്. അപ്പം അൽഹംദുലില്ലാഹ് പറയാൻ വേണ്ടി സാധിക്കണം. രോഗത്തെ ഒരിക്കലും നമ്മൾ ശപിക്കാൻ പാടില്ല. വല്ലാത്തൊരു മുട്ടുവേദന, വല്ലാത്തൊരു കൈവേദന, എന്തൊരു നെറ്റുവേദനയാണ്, ഒന്ന് തൊലഞ്ഞു പോയാൽ മതിയേനും, ഇത് എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ ഈ തലവേദന. ഇങ്ങനെയൊന്നും രോഗങ്ങളെ നമ്മൾ ഒരിക്കൽ തന്നെ ശപിക്കാൻ വേണ്ടി പാടുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും, ലാ തസുബ്ബുഹ, നിങ്ങൾ പനിനെ ശപിക്കരുത്, രോഗത്തെ ശപിക്കരുത്. ഫഇന്നഹാ തൻഫി സുനൂബ കമാ തൻഫി നാറു ഖബസൽ ഹദീദ്, ഇരുമ്പിന്റെ കേടുകൾ തീ കളിയുന്നത് പോലെ ദോഷങ്ങളെ അത് പോക്കിക്കളിയുമെന്നാണ്. നമ്മുടെ ദോഷങ്ങളെ, നമ്മുടെ പാപങ്ങളെ അത് പോക്കിക്കളിയുമെന്നാണ്. സഹോദരന്മാരെ, എന്തുകൊണ്ടായിരിക്കാം സത്യവിശ്വാസികൾക്ക് പോലും രോഗം വരുന്നത്? നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഞാനൊരു നല്ല മുവഹിദാണ്, നല്ലൊരു മുഅ്മിനാണ്, പള്ളിയിൽ 5 നേരം നിസ്കാരത്തിന് പോകുന്ന ഒരാളായിരുന്നു, ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, എനിക്ക് തന്നെ ഈ രോഗം വന്നല്ലോ എന്നൊക്കെ ചിലർക്ക് ഇങ്ങനെ ആവലാതിപ്പെടുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആര് തിന്മ പ്രവർത്തിച്ചാലും അതിനുള്ള പ്രതിഫലം അവന് തന്നെ നൽകപ്പെടും എന്ന് വെച്ചാൽ, ചിലപ്പോൾ രോഗങ്ങൾ നമ്മൾ മുമ്പേ ചെയ്തു വെച്ച ഏതെങ്കിലും ദോഷങ്ങളുടെ പരിണിത ഫലമായി നമ്മൾ അനുഭവിക്കുന്നതായിരിക്കാം. അത് നമുക്കറിയില്ല. കാരണം നമ്മുടെ പാപങ്ങൾ പോക്കിക്കളിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സബബുകളോ അസ്ബാബുകളോ ആയിരിക്കാം. നിത്യമായ ഷുഗർ രോഗം,
പ്രഷർ രോഗം, കൊളസ്ട്രോളുകൾ, മുട്ടുവേദനകൾ, നടുവേദനകൾ, മറ്റു പല അസുഖങ്ങൾ, ഇത് മാറുന്നില്ലേ? സഹോദരന്മാരെ, ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മുമ്പ് ചെയ്ത പാപങ്ങൾ നിമിത്തം നമ്മുടെ പാപങ്ങൾ കളയാൻ വേണ്ടി, നമ്മൾ ഇന്ന് ഉയർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയ ചില സബബുകളോ കാരണങ്ങളോ അവന്റെ സുന്നത്തോ ആയിരിക്കാം. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വലിയകളിൽ ഉത്തമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ്? മൻ യഹ്മലു സൂഖൻ യുജ്സ ബിഹി. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അത് പിടികൂടാ എന്ന് പറഞ്ഞാൽ അത് മഹാ അത്ഭുതമല്ലേ? അങ്ങനെ എങ്ങാനും നമ്മൾ അള്ളാഹു പിടികൂടിയെങ്കിൽ നമ്മൾ നശിച്ചത് തന്നെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. അതെ, അവിടെ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ, അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, രോഗങ്ങൾ, അവന്റെ നഫ്സിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ, രോഗങ്ങൾ, അതൊക്കെയും അവന്റെ പാപങ്ങൾ നിമിത്തമായിരിക്കും. കാരണം എന്തിനാണ്? ആ പാപങ്ങൾ പോക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തവക്കുൽ, ബരമേൽപ്പിക്കൽ, അത് അല്ലാഹുവിലായിരിക്കണം. മറ്റൊന്ന്, കണിശമായ ക്ഷമ നമുക്കുണ്ടായിരിക്കണം. ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ നിഅമത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. പരലോകത്ത് അവന്റെ ശിക്ഷ ഏൽപ്പിക്കാതെ ഇവിടെ വെച്ച് തന്നെ നൽകി അവൻ നമ്മെ ശുദ്ധരാക്കുന്നതാണ് എന്ന ആത്യന്തികമായ ചിന്തയായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസികളാകാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. രോഗങ്ങൾ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ പരീക്ഷണമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരാളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള അവൻ്റെ സുന്നത്തായിട്ട് വരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില അഭയത്തേട്ട പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിശ്വാസികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രാർത്ഥനയെ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് ഞാനിതാ അഭയം തേടുന്നു. ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവേ, നീ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്, അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, പെട്ടെന്നുണ്ടാകുന്ന നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന്, നീ വെറുക്കുന്ന സർവ്വകാര്യങ്ങളിൽ നിന്നും ഞാനിതാ നിന്നിലേക്ക് അഭയം തേടുന്നു എന്നുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ. അല്ലാഹുവേ, കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. വദർക്കി ശക, ദുരിതങ്ങളിൽ നിന്നും മുങ്ങി നശിക്കുന്നതിൽ നിന്നും, വസൂഇൽ ഖളാ, വിധിയുടെ തിന്മകളിൽ നിന്നും, നീ എന്താണോ എനിക്ക് വിധിച്ചൊരു തിന്മ, ആ തിന്മകളിൽ നിന്നോ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. വശമാഅത്തിൽ അഅദാ, എൻ്റെ ശത്രുക്കൾ, എൻ്റെ എതിരാളികൾ ഞാൻ മുഖാന്തരം സന്തോഷിക്കുന്ന അവസ്ഥകളെ തൊട്ട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. അതുപോലെ രാവിലെയും വൈകുന്നേരം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാറുണ്ടായിരുന്നു. എപ്പോഴും ഓരോ തവണ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ, ഞാൻ നിന്നോട് സൗഖ്യ ജീവിതം, ആരോഗ്യം, മാപ്പ് നിന്നോട് ചോദിക്കുകയാണ്. ദുനിയാവിലും പരലോകത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഓരോ തവണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ആരോഗ്യം ചോദിക്കുന്നു, സൗഖ്യം ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ദുനിയാവിലും പരലോകത്തും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയ വഅഹ്ലി വമാലി. എൻ്റെ കുടുംബത്തിലും എന്നിലും എൻ്റെ സമ്പത്തിലും എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും നിന്നോട് ഞാൻ സൗഖ്യം ചോദിക്കുന്നു, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
അതുപോലെ രാവിലെയും വൈകുന്നേരം 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ദിക്റിൽ കാണാം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹു എൻ്റെ ശരീരത്തിന്റെ സൗഖ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹു എൻ്റെ കേൾവിയുടെ സൗഖ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹു എൻ്റെ കാഴ്ചയുടെ സൗഖ്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹു നീ അല്ലാതെ ഒരു ഇലാഹില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം 3 പ്രാവശ്യം ഈ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് എന്നാണ്. സഹോദരന്മാരെ, ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മളെ വിഴുങ്ങാൻ വേണ്ടി പോകുന്ന ആശുപത്രികളും അതുപോലെ തന്നെ കച്ചവടക്കാരായ ഡോക്ടർമാരും നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള ദൃഢബോധം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് അവനിൽ പ്രതീക്ഷിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടി വെമ്പിടുക. നമ്മളെ ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമാക്കുക. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക. എല്ലാവിധ വിദഗ്ധകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഇഖ്ലാസോടു കൂടിയും പ്രതിഫലേച്ഛയോടു കൂടിയും കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ നമ്മുടെ അന്ത്യസമയം യക്കീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഭരിക്കുന്ന വിശ്വാസികളാക്കി നമ്മളെ മാറ്റണമേ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, മഹാരോഗങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചരിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹുവെ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് നമ്മൾ അഭിയം ചോദിക്കുകയാണ്. അള്ളാഹുവെ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവെ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഭർത്താക്കന്മാരിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി പാപമോചനവും അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.